നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുട, എടതിരിഞ്ഞി, കാക്കാതുരുത്തി മേഖലകളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. പഴുവിലിൽ ന്യൂ ഇയർ ആഘോഷത്തിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. എടത്തുരുത്തി വെസ്റ്റ് ഐനിച്ചോട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ കുടിവെള്ള പൈപ്പ് പൊട്ടിയുണ്ടായ ഗർത്തത്തിൽ വീണ് പ്രവാസിക്ക് പരിക്ക്. കൈപ്പമംഗലം മൂന്നുപിടിക APJ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും പുതുവത്സര ആഘോഷവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട, എടതിരിഞ്ഞി, കാക്കാതുരുത്തി മേഖലകളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. കടകളിലെ പൂട്ട് തകർത്താണ് 4-അംഗ സംഘം മോഷണം നടത്തിയത്. എടതിരിഞ്ഞിൽ അണക്കത്തിപ്പറമ്പിൽ സോമന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലും സമീപത്തെ ബേക്കറിയിലും അണക്കത്തിൽ അനിലൻ നടത്തുന്ന പലചരക്ക് കടയിലും മോഷണം നടന്നു. ഏകദേശം 50,000 രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു. പുലർച്ചെ നടന്ന മോഷണത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികളുടേതെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ സമീപത്തെ പെട്രോൾ പമ്പിലെ CCTVയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. 2 ബൈക്കുകളിലായി എത്തിയ മോഷ്ടാക്കൾ നമ്പർ പ്ലേറ്റ് മറച്ചുവെച്ചാണ് യാത്ര ചെയ്തിട്ടുള്ളത്. ബേക്കറിയിൽ കയറിയ മോഷ്ടാക്കൾ കേക്കും വൈനും കഴിച്ചാണ് പോയത്. ശബ്ദം കേട്ടെത്തിയ സമീപവാസികളെ ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. കവർച്ച സംഘങ്ങളെ ഉടൻ പിടികൂടണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KP കണ്ണൻ അഭിപ്രായപ്പെട്ടു. കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പഴുവിലിൽ ന്യൂ ഇയർ ആഘോഷത്തിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. ഭക്ഷണം കഴിച്ച 60ഓളം പേർക്കും ഛർദിയും വയറിളക്കവും തളർച്ചയും ഉണ്ടായതിനെ തുടർന്ന് കുട്ടികൾ ഉൾപ്പെടെ 45ഓളം പേർ ആലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. ചാഴൂർ പഞ്ചായത്ത് പഴുവിൽ SN റോഡിൽ വടക്കുംതറ കൂട്ടായ്മയുടെ ന്യൂ ഇയർ ആഘോഷത്തിനിടയിൽ വിതരണം ചെയ്ത മാംസാഹാരവും പൊറോട്ടയും കഴിച്ചവർക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. തൃപ്പയാർ ക്ഷേത്രത്തിനടുത്തുള്ള ശ്രീവത്സം കാറ്ററിംഗ് സ്ഥാപനത്തിൽ നിന്നെത്തിച്ചതാണ് ഭക്ഷണം എന്നാണ് സംഘാടകർ പറഞ്ഞത്. സംഭവത്തെ തുടർന്ന് ആലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നെത്തിയ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ആളുകൾ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി ഭക്ഷണത്തിന്റെ സാമ്പിൾ ശേഖരിച്ചു കൊണ്ടുപോയി. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെല്ലി ജിജുമോൻ, വാസംഗം ഉല്ലാസ് കണ്ണോളി എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ഇത്രയും ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായ കാറ്ററിംഗ് സ്ഥാപനത്തിനെതിരെ പരാതി ഉയർന്നിട്ടും ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് പരാതിയുണ്ട്. അയൽക്കൂട്ടത്തിൻ്റെ വാർഷിക പുതിയ പരിപാടിയായിരുന്നു, ന്യൂ ഇയർ പരിപാടിയായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ കാറ്ററിംഗുകാരെ സമീപിച്ചിട്ട് ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി 70 പേർക്കുള്ള ചിക്കൻ കറി ഏൽപ്പിച്ചു. അത് ഞങ്ങളൊരു 5 മണിക്ക് ശേഷം പോയി വാങ്ങി. 9 മണിയോടുകൂടി ഞങ്ങളിത് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഭക്ഷണം കഴിച്ച് പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചെറിയ അസ്വസ്ഥത തോന്നിയുകൊണ്ട് ഞാൻ ഒരു 10 മണിയായപ്പോൾ ഞാൻ മെല്ലെ വീട്ടിലേക്ക് പോയി ടോയ്ലറ്റിലൊക്കെ പോകേണ്ട അവസ്ഥ വന്നു. ചെറിയൊരു വേദനയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ രാവിലെ ആയപ്പോഴും വീണ്ടും ഈ പ്രശ്നം റിപ്പീറ്റ് ചെയ്തു. 2-3 പ്രാവശ്യം പോകേണ്ടി വന്നു, ടോയ്ലറ്റിൽ പോകേണ്ടി വന്നു. അപ്പോൾ പിന്നീടാണ് ഓരോ ആൾക്കാർക്കും ഇതുപോലെ തന്നെ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലായത്. അങ്ങനെ ആ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഉണ്ടായ പ്രശ്നം പുറത്തേക്ക് ലീക്ക് ചെയ്തോടുകൂടിയിട്ട് ഇവിടെ ഫുഡ് സേഫ്റ്റി വിഭാഗത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്നിരുന്നു, സന്ദർശിച്ചിരുന്നു. അവർ സാമ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയുമാണ് പറയാനുള്ളത്. ഇപ്പോഴും ചിലവർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും പോയിട്ട് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. ഫ്രീ ആണ്, ബിസിനസ് അല്ലേ, ഇന്നത്തെ ദിവസം അങ്ങനത്തെ അല്ലേ, എന്തെങ്കിലുമൊക്കെ അവർ ചേർത്തിട്ടുണ്ടാവും. അതാണ് ഞാൻ വിചാരിക്കുന്നത്. എടത്തുരുത്തി വെസ്റ്റ് ഐനിച്ചോട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ കുടിവെള്ള പൈപ്പ് പൊട്ടിയുണ്ടായ ഗർത്തത്തിൽ വീണ് പ്രവാസിക്ക് പരിക്ക്. കൈപ്പമംഗലം കാക്കാതുരുത്തി സ്വദേശി ഇല്ലത്ത് പറമ്പിൽ അൻസാറിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. ഭാര്യയുമൊത്ത് മോട്ടോർ സൈക്കിളിൽ വരവെ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ കുടിവെള്ള ഗർത്തത്തിൽ വീണാണ് ഗുരുതര പരിക്കേറ്റത്. വാരിയെല്ലുകൾക്ക് ക്ഷതമേറ്റ അൻസാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.
സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകൾക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് അൻസാറിന്റെ കുടുംബം അറിയിച്ചു. പൈപ്പ് പൊട്ടി ഉണ്ടാകുന്ന ഗർത്തം മൂലം ഈ റോഡിൽ അപകടം പതിവാണെന്ന് പ്രദേശവാസികളായ കൊല്ലാറ സന്തോഷ്, ശോഭി എന്നിവർ പറഞ്ഞു. ഈ അപകടങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു തുടർക്കഥയാണ്. ഇപ്പോൾ ഇത് ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഇവിടുത്തെ ഈ കുഴി ഉണ്ടായിട്ട് ഫോം ചെയ്തിട്ട്. അതിലിപ്പോൾ ഞങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഞങ്ങൾ തന്നെ ബാക്ക് ഫിൽ ചെയ്ത് ഇടാറുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല, ഒരാഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും അത് വെള്ളം വന്ന് വീണ്ടും നിറയും. ഇവർ റിപ്പയർ ചെയ്യും, പോകും, ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ടടുത്ത് തന്നെ പൊട്ടും. ഇപ്പോൾ കഴിഞ്ഞ ഒരു 150 മീറ്റർ അപ്പുറത്ത് കഴിഞ്ഞ മാസം 2 പെണ്ണുങ്ങൾ വീണിരുന്നു. ഭാഗ്യത്തിന് റോഡിലേക്ക് വീണില്ല, അവർ പുറത്തേക്ക് വീണായി. എന്നിട്ട് ഞങ്ങൾ ഓടിച്ചെന്ന് എടുത്തത്. അതുപോലെ കൊല്ലാർ സെൻറ്ററിൽ ഒരു 2 മാസം മുമ്പ് കൊല്ലാർ സെൻറ്ററിൽ തന്നെ ഒരു പയ്യൻ വീണിട്ട് ആ സ്കൂട്ടറൊക്കെ അവിടെ എടുത്തു വെച്ചിരുന്നു അവർ, ആ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിൽ. ആ സമയത്ത് അവർ 2 ദിവസം കഴിഞ്ഞപ്പോൾ വന്നിട്ട് കുറച്ച് മെറ്റലൊക്കെ ഇട്ട് പോയി. അവിടെ കംപ്ലീറ്റ് ഒന്നും ചെയ്തില്ല, അത് ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു തുടർക്കഥയാണ്. ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ജലവിഭവ വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് കടന്നു പോകുന്ന മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും ജാഗ്രത പാലിക്കണമെന്നും പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി ഉടൻ യാഥാർത്ഥ്യമാക്കി ജനങ്ങളുടെ ദുരിതം അകറ്റണമെന്നും സൗദി ദമാം KMCC തൃശൂർ ജില്ലാ ചെയർമാനും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവുമായ PK അബ്ദുൾ റഹീം പറഞ്ഞു. നമ്മുടെ 8 പഞ്ചായത്തുകളുമായിട്ട് ബന്ധിച്ച് കിടക്കുന്ന ഒരു റോഡാണ് ഈസ്റ്റ് ടിപ്പുൽത്താർ റോഡ്. ആ ഈസ്റ്റ് ടിപ്പുൽത്താർ റോഡിൻ്റെ ഏകദേശം ഒരു 40 വർഷമായിട്ട് 45ഓളം വർഷമായിട്ട് ഈ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ. ഇതിൽ ഗ്രാമപഞ്ചായത്തുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ള വിഷയമാണ് ഞങ്ങൾക്ക് നാട്ടുകാരെന്നുള്ളതൊക്കെ ആവശ്യപ്പെടാനുള്ളത്. കാരണം വെച്ചാൽ ഇത് ഈ എടത്തിരുത്തി പഞ്ചായത്തിന് മാത്രം പ്രശ്നമല്ല, ഇത് മതിലകം പഞ്ചായത്ത് വരെ നീണ്ടു കിടക്കുന്ന, ചേറ്റവും മുതൽ നീണ്ടു കിടക്കുന്ന, അതായത് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് മുതൽ നീണ്ടു കിടക്കുന്ന ഒരു റോഡാണത്. ഇവിടെ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് വലിയ അപകടമാണ്. ഒരു ഫാമിലി വന്ന് ഒരു പ്രവാസിയായ ഒരു 52-കാരൻ ഒരു മരണം ആവശ്യം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അങ്ങനെയാണ് രാത്രി ഒരു 9 മണിക്ക് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കവേ അദ്ദേഹം ഇവിടെ ഈ കുഴിയിൽ വീണത്. അദ്ദേഹത്തിൻ്റെ വാരിയല്ലുകൾ തകർന്ന് 3 ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിനെ മാറ്റി ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ കഴിയാണ്. ബഹ്റിൻ KMCC സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗലം, അൻവർ ചെറുവട്ടം എന്നിവർ സ്ഥാനം സന്ദർശിച്ചിരുന്നു. കൈപ്പമംഗലം 3 പീടിക APJ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും പുതുവത്സര ആഘോഷവും സംഘടിപ്പിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് VS വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. ഗീത സതീഷ്, KR സത്യൻ, സക്കീർ ഹുസൈൻ, VM നസീർ, റസിയ സലാം എന്നിവർ സംസാരിച്ചു. കൈപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജിസ്നി ഷാജി, PT രാമചന്ദ്രൻ, മതിലകം ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ റജീന റഫീഖ് എന്നിവർക്ക് ആദരവ് നൽകി. അക്ബർ, റഹീം, താജുദ്ദീൻ, അബ്ദുൽ കരീം, ജാസ്മിൻ, നാസർ, ഷാഹിന, സക്കീർ, സജിത രമേശ്, ധന്യ അക്ഷയകുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. APJ അബ്ദുൽ കലാം റോഡ് ഇതുപോലെ തന്നെ ഇവിടെ ഒരു പച്ചക്കറി നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? ആ വിളവെടുപ്പിനൊക്കെ നമ്മുടെ കൃഷി ഓഫീസറും നമ്മളൊക്കെ ആ കൂട്ടായ്മയിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ്. കാരണം ചാരിറ്റിയും കൂടി നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. എന്തായാലും അതിന് ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ പുതുവത്സരാശംസകളും നേരുന്നു. വലപ്പാട് സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. വലപ്പാട് പോലീസ് സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയുമായ വലപ്പാട് തിരുപ്പഴഞ്ചേരി ദേശത്ത് തേർപ്പറമ്പിൽ വീട്ടിൽ 22 വയസ്സുള്ള അജീഷിനെയാണ് കാപ്പ നിയമപ്രകാരം 6 മാസക്കാലത്തേക്ക് നാട് കടത്തിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറാണ് കാപ്പ പ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അജീഷ് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 2 വധശ്രമ കേസിലും 1 അടിപിടി കേസിലും ജീവന് അപകടം വരുത്തുന്ന രീതിയിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ച കേസിലും അടക്കം 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ A അനിൽകുമാർ, GSI ഹരി, GSCPO സുബി എന്നിവർ പ്രധാന പങ്കുവഹിച്ചു. മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും ദർശനം നടത്താനാകാത്തതിൽ ഗുരുവായൂരിൽ ഭക്തജന രോഷം. പുതുവർഷ പുലരിയിൽ നിർമാല്യ ദർശനം തേടി കാത്തുനിന്നിരുന്ന ഭക്തരാണ് പ്രതിഷേധിച്ചത്. രാവിലെ ശിവേലി കഴിഞ്ഞിട്ടും ഭക്തരെ ക്ഷേത്രത്തിനകത്തേക്ക് കടത്തിവിടാത്തതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. എന്നാൽ VIP-കൾക്ക് ദർശനം അനുവദിച്ചതോടെ ഭക്തർ ക്ഷുഭിതരായി. സെക്യൂരിറ്റി ജീവനക്കാരുമായി ഭക്തർ തട്ടിക്കയറി
പ്രതിഷേധം കനത്തതോടെ നടപ്പന്തലിൽ ക്യൂ സംവിധാനത്തിനായി സ്ഥാപിച്ച ബാരിക്കേഡുകളും ചങ്ങലകളും ഭക്തർ തകർത്തെറിഞ്ഞു. ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് ദർശന ക്രമീകരണങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെട്ടു. സാധാരണക്കാരായ ഭക്തരെ അവഗണിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും ദർശനത്തിന് തുല്യനീതി ഉറപ്പാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ചാവക്കാട് എടക്കഴിയൂർ സിംഗപ്പൂർ പാലസിന് പടിഞ്ഞാറ് വശം പറമ്പിലെ പുല്ലിന് തീപിടിച്ച് രാമച്ച കൃഷി കത്തിനശിച്ചു. അണ്ടത്തോട് സ്വദേശി രാമകൃഷ്ണന്റെ 3 ഏക്കറോളം വരുന്ന രാമച്ച കൃഷിയാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. തീ പടരുന്നത് കണ്ട് നാട്ടുകാർ തീ അണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും കാറ്റിൽ തീ ആളിപ്പടരുകയായിരുന്നു. ഗുരുവായൂരിൽ നിന്നും അഗ്നിശമന സേനയെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ ഹംസക്കുട്ടി, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ മരക്കാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഗുരുവായൂരിൽ 3 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. നെന്മിനി മിച്ചഭൂമിയിൽ അറക്കപ്പറമ്പിൽ ഷക്കീർ, തൂമാട്ടിൽ പ്രേമൻ, പൊന്നത്ത് ഭാർഗവി എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. നെന്മിനി മിച്ചഭൂമിക്ക് സമീപം റെയിൽവേ ഗേറ്റിനോട് ചേർന്നുള്ള പുല്ലുകൾ വൃത്തിയാക്കുന്നതിനിടയിലാണ് കടന്നൽക്കൂട്ടം ആക്രമിച്ചത്. 3 പേരും പ്രാഥമിക ചികിത്സ തേടി. പുതുവർഷത്തിൽ തന്റെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ട വിഷമത്തിലാണ് ചാലക്കുടി കൂടപ്പുഴയിലെ വീട്ടമ്മ തെക്കൂട്ടത്തിൽ ഗീത. ഏറെ പരിപാലിച്ചു വന്നിരുന്ന 2.5 വയസ്സുള്ള പോത്തിനെയാണ് മോഷ്ടാക്കൾ കൊണ്ടുപോയത്. 60 വയസ്സുകാരിയായ ഗീത പശുവിനെ പരിപാലിച്ച് പാലുവിറ്റും പോത്തിനെ വളർത്തിയുമാണ് ഉപജീവനം നടത്തുന്നത്. ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതിനു ശേഷം തനിച്ചാണ് താമസം. കൂട്ടാടമ്പാടത്ത് കെട്ടിയിരുന്ന പോത്തിനെയാണ് മോഷ്ടാക്കൾ കൊണ്ടുപോയത്. പ്രദേശത്തെ കർഷകരെല്ലാം പകൽ സമയത്ത് കൂട്ടാടമ്പാടത്താണ് പോത്തുകളെ മേയാൻ വിടുന്നത്. രാത്രിയിൽ അവിടെ തന്നെ കെട്ടിയിടും. പരിസരവാസികളുടെ പോത്തുകളെല്ലാം അവിടെ തന്നെയുണ്ട്. എന്നാൽ ഗീതയുടെ പോത്ത് മാത്രമാണ് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ രാത്രി ഒരു വാഹനത്തിന്റെ ശബ്ദം കേട്ടതായി അയൽവാസി പറഞ്ഞു. പ്രദേശത്ത് പുറമേ നിന്നുള്ളവരുടെ മദ്യപാനവും ചീട്ടുകളിയും പതിവാണെന്ന് പറയുന്നു. ചാലക്കുടി പോലീസിൽ പരാതി നൽകി. തളിക്കുളം ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് തമ്പാൻകടവിൽ നടന്ന അടിപിടിയുമായി ബന്ധപ്പെട്ട് വാടാനപ്പള്ളി പോലീസ് 16-കാരനെ മർദ്ദിച്ചെന്ന പരാതി കെട്ടിച്ചമച്ചതാണെന്ന് ജില്ലാ പോലീസ് മേധാവി മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. കമ്മീഷൻ അംഗം ബി ഗീതയുടെ നിർദ്ദേശാനുസരണമാണ് ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തിയത്. പിടികൂടിയ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട 11 പേരിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളുമുണ്ടായിരുന്നു. അയാളെ പോലീസ് സ്റ്റേഷനിൽ നിന്നും കേസെടുക്കാതെ വിട്ടയച്ചതാണെന്നും എന്നാൽ ഇയാൾ അശ്വതി ആശുപത്രിയിൽ ചെന്ന് പോലീസ് മർദ്ദനമേറ്റതായും മൊഴി നൽകി ചികിത്സ തേടിയതാണെന്നും പോലീസ് കമ്മീഷനെ അറിയിച്ചു. പരാതിക്കാരനായ രവീന്ദ്രൻ സിറ്റിംഗിൽ ഹാജരാകാത്തതിൽ കമ്മീഷൻ കേസ് തീർപ്പാക്കി. വാൽപ്പാറയിൽ വീടിന് നേരെ കാട്ടാന ആക്രമണം. വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു ആക്രമണം. ഇഞ്ചിപ്പാറ എസ്റ്റേറ്റ് പ്രദേശത്ത് തോട്ടം തൊഴിലാളിയായ ഗുരുസ്വാമിയുടെ വീടിന്റെ ജനലുകളും വാതിലുകളുമാണ് കാട്ടാന തകർത്തത്. ആക്രമണമുണ്ടായതോടെ വീട്ടിലുള്ളവർ വാതിൽ തുറന്ന് ഓടി രക്ഷപ്പെട്ടു. ശബ്ദം കേട്ട് ഓടിക്കൂടിയ പരിസരവാസികൾ ബഹളം വെച്ചാണ് കാട്ടാനയെ തുരത്തിയത്. ചാലക്കുടി പുഴയിലെ കാടുകുറ്റി ചൂണ്ടാണിക്കടവിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. കല്ലൂർ സ്വദേശി 50 വയസ്സുള്ള സതീഷിന്റെ മൃതദേഹമാണ് അന്നമനട ഭാഗത്തുനിന്ന് രാവിലെ കണ്ടെത്തിയത്. പുഴയോരത്ത് നടന്ന പുതുവത്സര ആഘോഷത്തിൽ സതീഷ് അടക്കം നിരവധി പേർ പങ്കെടുത്തിരുന്നു. ഇതിൽ സതീഷ് കുമാർ വീട്ടിൽ മടങ്ങിയെത്താതായപ്പോഴാണ് അന്വേഷണം ആരംഭിച്ചത്. പുഴയോരത്ത് സതീഷിന്റെ വസ്ത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് പുഴയിൽ വീണതാകാമെന്ന് കരുതി പോലീസും അഗ്നിശമന സേനാംഗങ്ങളും അന്വേഷണം നടത്തിയത്. ദേശീയപാത പുതുക്കാട് സെൻട്രലിൽ KSRTC ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് പുനലൂരിലേക്ക് പോയിരുന്ന KSRTC സ്വിഫ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഒരേ ദിശയിൽ പോയിരുന്ന ബസിന്റെയും ടോറസിന്റെയും വശങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. ബസിന്റെ സൈഡ് സീറ്റിൽ യാത്രക്കാരിയ്ക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കുണ്ടായി. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. കൊണ്ടാഴിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. രാവിലെ തീപ്പാറ തണൽ ബാലാശ്രമ പരിസരത്ത് ചായക്കടയിലേക്ക് പോയിരുന്ന 74 വയസ്സുള്ള ജാനകി എന്ന വയോധികയെ പ്രസവിച്ച പട്ടി വന്നു കടിച്ചു. കാലിന്റെ ഉപ്പുറ്റി ഭാഗത്തായിരുന്നു കടിയേറ്റത്. കൂടെയുണ്ടായിരുന്ന മറ്റൊരാളുടെ ബാഗും മറ്റും കടിച്ചു നശിപ്പിച്ചിട്ടുണ്ട്. ആദ്യം ജാനകിയെ ഒറ്റപ്പാലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ നായശല്യം രൂക്ഷമായതിനാൽ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളടക്കം പ്രായഭേദമന്യേ ഭയപ്പാടിലാണ്. അധികൃതർ ഉടൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പൊതുജനാവശ്യം ശക്തമാകുന്നു. തൃശൂർ കുട്ടനെല്ലൂരിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട 5-അംഗ ഹൈവേ റോബറി സംഘത്തെ ഒല്ലൂർ പോലീസ് പിടികൂടി. ചങ്ങനാശ്ശേരി ഫാത്തിമപുരം സ്വദേശികളായ വെട്ടുകുഴിയിൽ വീട്ടിൽ സിജോ, പള്ളിവീട് വീട്ടിൽ അഫാൻ, തൃശൂർ നാട്ടിക AKG നഗർ സ്വദേശികളായ സുജീഷ്, പടാട്ടുവീട്ടിൽ മിഥുൻ, തൃശൂർ പെരിങ്ങോട്ടുകര സ്വദേശി ചിറയത്ത് വീട്ടിൽ ധനേഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്.
പാതയോരത്ത് വിശ്രമത്തിനായി പാർക്ക് ചെയ്ത സമയത്ത് സഞ്ചാരികളെ ആക്രമിച്ച് കവർച്ച ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു 5-അംഗ സംഘം. ഈ സമയം പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒല്ലൂർ SI ജിൻസ് മാത്യുവും സംഘവും നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനത്തെ സംശയമായി കണ്ട് പരിശോധനയ്ക്കെത്തി. ഈ സമയം ആയുധവുമായി പ്രതികൾ വാഹനത്തിൽ കയറി അതിവേഗത്തിൽ ഓടിച്ചുപോയി. പാലിയേക്കര ടോൾ പ്ലാസയിലെത്തിയ സംഘം ടോൾ പ്ലാസയിലെ ബാരിക്കേഡുകൾ ഇടിച്ചു തെറിപ്പിച്ചു പോയി. ഇവരെ പിന്തുടർന്ന പോലീസ് സംഘം ചേസ് ചെയ്ത് ആമ്പല്ലൂർ ജംഗ്ഷനിലെത്തി വാഹനത്തിനു മുമ്പിൽ നിർത്തി അതിസാഹസികമായി പ്രതികളെ പിടികൂടുകയായിരുന്നു. വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരിങ്ങാലക്കുട എടതിരിഞ്ഞി കാക്കാതുരുത്തി മേഖലകളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. പഴുവിലിൽ ന്യൂ ഇയർ ആഘോഷത്തിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. എടത്തുരുത്തി വെസ്റ്റ് ഐനിച്ചോട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ കുടിവെള്ള പൈപ്പ് പൊട്ടിയുണ്ടായ ഗർത്തത്തിൽ വീണ് പ്രവാസിക്ക് പരിക്ക്. കൈപ്പമംഗലം 3 പിടിക APJ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും പുതുവത്സര ആഘോഷവും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.